ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PT-യിൽ റീഡിങ്ങിൽ വരുന്ന റീഓർഡർ പാരഗ്രാഫ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിൽ 5 സെക്ഷൻസ് വരുന്നുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രോപ്പ് ഡൗൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, റീഓർഡർ പാരഗ്രാഫ് ആൻഡ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസർ, ദെൻ മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഓർഡർ പാരഗ്രാഫാണ്. അപ്പോൾ 5 സെക്ഷൻസിൽ നമുക്ക് സ്കോർ വരുന്ന 3 സെക്ഷനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രോപ്പ് ഡൗണും, അതുപോലെ റീഓർഡർ പാരഗ്രാഫാണ് നമുക്ക് PT-യിൽ സ്കോർ വരുന്ന സെക്ഷൻ. അപ്പോൾ അതിൽ റീഓർഡർ പാരഗ്രാഫാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ടാസ്ക്, അത് കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പോൾ ഇവിടെ വരുമ്പം യു വിൽ ബി പ്രസൻറ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസസ് ദാറ്റ് ആർ ഔട്ട് ഓഫ് ഓർഡർ. നമുക്ക് ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട്, അതായത് ഷഫിൾ ചെയ്തിട്ട് കറക്റ്റ് ഓർഡർ അല്ലാതെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തരും. ഇപ്പോൾ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആ പാരഗ്രാഫിൽ ഒരു 4-5 സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് അങ്ങനെ ഷഫിൾ ചെയ്തിട്ട് തരുന്നുണ്ടാവുക. സോ ആ ഒരു സെൻറ്റൻസ് നമ്മൾ റീഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ വെക്കുക. അതാണ് നമ്മൾ ടാസ്ക് വരുന്നത്. അപ്പോൾ യുവർ ടാസ്ക് ഈസ് ടു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ദ സെൻറ്റൻസസ് ഇൻ ടു ദ കറക്റ്റ് ഓർഡർ ടു ക്രിയേറ്റ് എ ലോജിക്കലി ഫോളോയിങ് പാരഗ്രാഫ്. അതായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിക്കായിരിക്കും നമുക്കിവിടെ സോഴ്സ് എന്ന് പറയുന്ന സൈഡിൽ നമുക്ക് ഔട്ട് ഓഫ് ഓർഡറിലാണ് നമുക്ക് സെൻറ്റൻസുകൾ 1, 2, 3, 5 സെൻറ്റൻസസ് ഉണ്ട്. ഇതൊരു പാരഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. അതിൽ ഓരോ സെൻറ്റൻസസ് ആണ് വരുന്നത്. 5 സെൻറ്റൻസസ് ഉണ്ട്. ഇത് നമ്മൾ തൊട്ടിപ്പുറത്തെ ടാർഗറ്റ് എന്ന് പറയുന്നിടത്ത് നമ്മളിത് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ വെക്കണം. അതാണ് നമുക്ക് ടാസ്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ഇപ്പം നമുക്ക് 3, 4, 5 സെൻറ്റൻസ് തരുമ്പോൾ 4-5 സെൻറ്റൻസസ് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഇപ്പം നമ്മളതൊരു പാരഗ്രാഫായിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് പറയാൻ പോകുന്ന സെൻറ്റൻസുകളെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആണ് ഐഡൻറ്റിഫൈ ദ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. ദെൻ ലുക്ക് ഫോർ സെൻറ്റൻസ് ലിങ്ക്സ്. അതായത് ഒരു സെൻറ്റൻസിൽ നിന്ന് ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് സെക്കൻഡ് സെൻറ്റൻസിലോട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു വേർഡോ എന്തെങ്കിലും ഒരു ഐഡിയോ കൺവേ ചെയ്യുന്നുണ്ടാവും. അതുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത്. അതെന്തുകൊണ്ടാണ് കണക്ട് ചെയ്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഓർഡർ പാരഗ്രാഫിൻ്റെ സ്കോറിനൊരു ബാക്കി സെക്ഷൻസിൻ്റെ പോലെയല്ല. നമുക്ക് ഒരെണ്ണം ചെയ്ത 1 മാർക്ക്, 2 ചെയ്ത 2 മാർക്ക്, ആ ഒരു റേഞ്ചിലല്ല നമുക്ക് വരുന്നത്. നമുക്ക് സ്കോറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് റീഓർഡർ പാരഗ്രാഫ് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസ് ലിങ്ക് നോക്കുന്നത്, കണക്ഷൻ നോക്കുന്നത്. ദെൻ യൂസ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. നമുക്ക് നൗൺസും പ്രോനൗൺസും വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ലോജിക്കൽ പെയർ വൈസാണ് നമുക്ക് സ്കോർ വരുന്നത് റീഓർഡർ പാരഗ്രാഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ലോജിക്കൽ പെയർസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കൊരു 2 എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 4 പെയറായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതെങ്ങനെയാണ് പെയർ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓർഡർ വൈസ് അല്ല, ABCDE അത് കറക്റ്റ് ആയാലല്ല നമുക്ക് അവിടെ സ്കോർ വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് 5 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 സെൻറ്റൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് നൗൺ ആൻഡ് പ്രോനൗൺസ്. അത് നമ്മളൊരു ലിങ്കായിട്ട് നമ്മളിപ്പോഴും നോക്കണം. കാരണം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് 5 സെൻറ്റൻസിൽ ഇപ്പോൾ ഇവിടെ ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി. ഇപ്പോൾ ഈ ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി ഞാനിവിടെ ഫസ്റ്റ് വെക്കുകയാണെങ്കിൽ ഈ കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലാരിറ്റി, ഇങ്ങനെയായിരിക്കും ഒരു അർത്ഥം വരിക. അപ്പോൾ അതെന്താ, അത് നമുക്കൊരിക്കലും ഫസ്റ്റ് വെക്കാൻ പറ്റില്ല. ദിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വായിക്കുന്ന ആൾ ചോദിക്കും ദിസ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതൊരിക്കലും ആദ്യം വെക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു, ഇത് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു, ഇറ്റ് എന്താണ് അവിടെ ക്വസ്റ്റ്യൻ വരും. അതൊരു പ്രോനൗൺ ആണ്, അപ്പോൾ അത് വരില്ല. പിന്നെ ദീസ് നേവി ജേഴ്സീസ് ആർ, ഈ നേവി ജേഴ്സീസ് ആർ, ഏത് നേവി ജേഴ്സീസ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ 3 സെൻറ്റൻസും ഫസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രഡീഷണലി ദേ ആർ നേവി ബ്ലൂ, ട്രഡീഷണലി ദേ ആർ, ഇപ്പോൾ അത് നേവി ബ്ലൂസ് ആണ്, ട്രഡീഷണലി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഏത്, അപ്പോൾ ഏതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 5 സെൻറ്റൻസിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആയിട്ട് ആദ്യം വെക്കാൻ പറ്റുന്നത് ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് ആണ്. കാരണം ഈ ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് എന്ന് പറയുന്നത് അതാണ് അവിടുത്തെ ടോപ്പിക്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനിയുള്ള സെൻറ്റൻസുകളിലെല്ലാം, ബാക്കിയുള്ള സെൻറ്റൻസുകളിലെല്ലാം ഈ ദിസ്, ഇറ്റ്, ദീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് ആണ്. സോ ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് ആയിരിക്കണം നമ്മൾ ആദ്യം വെക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കാം. ദെൻ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളത് കറക്റ്റ് ചെയ്ത് ഒന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കാം, നമ്മളത് തൊട്ടിപ്പുറത്തുനിന്ന് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓർഡർ നോക്കുമ്പോൾ
ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് ഹാവ് ഓൾവേസ് ബീൻ റെക്കഗ്നൈസബിൾ ഇൻ ബ്രിട്ടൻ ബൈ ദെയർ കളർ ആൻഡ് ഷേപ്പ്. കളറിലും ഷേപ്പിലും റെക്കഗ്നൈസബിൾ ആണെന്നാണ് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇവിടെ 4 സെൻറ്റൻസ് ബാക്കി നമുക്ക് കണക്ട് ചെയ്യാനുണ്ടായിരുന്നു. സോ ആ 4 സെൻറ്റൻസ് വരുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താ പറഞ്ഞു നിർത്തിയത്? ദെയർ കളർ ആൻഡ് ഷേപ്പ് ആണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സെൻറ്റൻസ് വേണം നമ്മൾ നോക്കണമെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏതാ നമുക്കിവിടെ വരുന്നത്? ട്രഡീഷണലി ദേ ആർ നേവി ബ്ലൂ. ഈ ദേ എന്താ? ആ ജേഴ്സീസ് ആണ് വരുന്നത്. ട്രഡീഷണലി ദേ ആർ നേവി ബ്ലൂ ആൻഡ് ദേ ആർ ബേസിക്കലി ഇൻ സ്ക്വയർ ഷേപ്പ് വിത്തൗട്ട് കർവ്ഡ് ആം ഹോൾ ആൻഡ് ഇൻസെറ്റ് സ്ലീവ്സ്. ഇത് പറയുന്നുണ്ട്, അവിടെ മേലെ പറയുന്ന കളറും ഷേപ്പുമാണ്. അതൊന്നും കൂടിയും എലാബറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. ദെൻ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദീസ് നേവി ജേഴ്സീസ്. ഓക്കെ, ഈ ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി വെക്കാൻ പറ്റില്ല. എന്ത് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി? അതവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചു? ദീസ് നേവി ജേഴ്സീസ് ആർ സ്റ്റിൽ ഫെമിലിയർ സൈറ്റ് ഓൺ എനി ക്വേ ആൻഡ് ഹാർബർ ഇൻ ദ ലാൻഡ്. ഈ നേവി ജേഴ്സീസ്, ദീസ് നേവി ജേഴ്സീസ് എന്ന് പറയുമ്പോൾ മേലെ പറഞ്ഞ ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സീസ് ആണ്. അതെന്താ? ദീസ് നേവി ജേഴ്സീസ് ആർ സ്റ്റിൽ ഫെമിലിയർ സൈറ്റ് ഓൺ എനി ക്വേ ആൻഡ് ഹാർബർ ഇൻ ദ ലാൻഡ്. അതിപ്പോഴും ഫെമിലിയർ ആണെന്ന് പറയുന്നു. ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി, ആ ഒരു വേർഡ് വന്നു. ദിസ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ദീസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ റീഓർഡറിൽ വരുമ്പോൾ ദീസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ, ഇപ്പോൾ ഇവിടെ ദീസ് ഫീച്ചേഴ്സ് എന്നാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീച്ചർ എന്താണെന്ന് പറയണം. എന്നാലാണ് ദീസ് ഫീച്ചേഴ്സ് ദോസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി വേണം. ആ പോപ്പുലാരിറ്റിയാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും. ഇത് പഴയ ഒരു നൈറ്റഡ് ജേഴ്സി ആണ്, പക്ഷെ അത് ഇപ്പോഴും ഫെമിലിയർ ആണെന്ന് പറയുന്നുണ്ട്. ദീസ് ജേഴ്സീസ് ആർ സ്റ്റിൽ ഫെമിലിയർ സൈറ്റ് എന്ന് പറയുന്നുണ്ട്. സോ അതാണ് എന്ത്? ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇറ്റ് കനോട്ട് ജസ്റ്റ് പുട്ട് ഡൗൺ ഫൗണ്ടൻസ് ഓഫ് ട്രഡീഷൻ. അത് ട്രഡീഷൻ കൊണ്ട് മാത്രമല്ല, പകരം ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു, അതിൻ്റെ റീസൺ ആണ് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ഫാബ്രിക് വിച്ച് എഫക്റ്റീവ് റെസിസ്റ്റ് സോൾട്ട് വാട്ടർ, ഡയറക്റ്റ് സൺഷൈൻ ആൻഡ് കോൾഡ് വിൻഡ്സ്. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന 5 സെൻറ്റൻസ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ട്രഡീഷണലി, ദെൻ അവിടെ ഫിഷർമാൻ, ദിസ്, ഇറ്റ്, ദീസ്. ഇതാണ് നമ്മൾ ഇപ്പുറത്ത് കറക്റ്റ് ചെയ്തത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ചിട്ടു? ടോപ്പിക് വെച്ചു, ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സി ടോപ്പിക് വെച്ചു. ദെൻ അതിൻ്റെ കളർ ആൻഡ് ഷേപ്പ്, ബ്ലൂ, നേവി ബ്ലൂ ആൻഡ് ബേസിക്കലി സ്ക്വയർ ഇൻ ഷേപ്പ്. ദീസ് നേവി ജേഴ്സി ആർ സ്റ്റിൽ ഫെമിലിയർ. ദ സ്റ്റിൽ ഫെമിലിയർ വെച്ചിട്ട്, ആ ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ദിസ് കണ്ടിന്യൂയിങ് പോപ്പുലാരിറ്റി എന്നുള്ളൊരു സെൻറ്റൻസ് കണ്ടുപിടിച്ചത്. ദെൻ അവിടെ ലാസ്റ്റ് അതിൻ്റെ റീസൺ ആയിട്ട് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. സോ അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ഏകദേശം ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഫിഷർമാൻ നൈറ്റഡ് ജേഴ്സി, ദെൻ കളറ്, ദെൻ അവിടുത്തെ ഫെമിലിയർ സൈറ്റ് ആണെന്ന് പറഞ്ഞു, ദെൻ പോപ്പുലാരിറ്റി, ദെൻ ലാസ്റ്റ് ആ പോപ്പുലാരിറ്റിയുടെ റീസൺ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഒരു 5 സെൻറ്റൻസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നോക്കിയത് എന്തായിരുന്നു? ആദ്യം ഈ പ്രോനൗൺസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഒരു 3 സെൻറ്റൻസ് നമുക്ക് 4 സെൻറ്റൻസ് ട്രഡീഷണലി ദേ വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു 4 സെൻറ്റൻസ് പ്രോനൗൺസ് കിട്ടി. അപ്പോൾ അതൊരിക്കലും ആദ്യം വരില്ല എന്ന് മനസ്സിലായി. ദെൻ നമ്മൾ അതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് കണ്ടുപിടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് 4 സെൻറ്റൻസ് ആണ്. അപ്പോൾ നേരത്തെ ചെയ്തതിൽ നമ്മൾ 5 സെൻറ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെയർ വരുമ്പോൾ എന്തായിരിക്കും? 4 പെയർ വരും. മാർക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് 4 ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 4 സെൻറ്റൻസ് ആണ്. സോ 3 പെയറാണ് വരുന്നത്. അപ്പോൾ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ആക്ച്വലി ഒരു ഹിസ്റ്ററി ബേസ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് ഒരു ഓർഡർ ഉണ്ട്. തുടങ്ങിയത് അതൊരു ടൈം ആയിരിക്കും. ഇപ്പോൾ പഴയകാലം പറയുകയാണെങ്കിൽ ഒരു ഇയർ ഉണ്ടായിരിക്കും, അതെന്തിനു വേണ്ടി തുടങ്ങി. അപ്പോൾ അതൊരു എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും റീ ഓർഡറിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ ഈസിയാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററി ബേസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആദ്യം പറയും. ദെൻ ആ കോൺസെപ്റ്റ് ഒരു ഇയറിലായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അതിൻ്റെ മെയിൻ മോട്ടീവ് എന്തായിരുന്നു, ദെൻ അതിൻ്റെ റിസൾട്ട് എന്താണ്, അങ്ങനെയായിരിക്കും നമ്മളൊരു ഹിസ്റ്ററി ബേസ് വരുന്ന കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ദിസ് നേവൽ എന്ന് പറയുന്നുണ്ട്. സോ ദിസ് നേവൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? ദിസ്, ഇതാണ്. അപ്പോൾ അതൊരിക്കലും ആദ്യം വരില്ല. ദിസ് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് അവിടെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, കോൺസിക്വൻ്റ്ലി, തൽഫലമായി, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോലെയാണ്. അതൊരിക്കലും ആദ്യം വരില്ലല്ലോ. എന്തോ കാര്യം പറയാതെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡെസ്പൈറ്റ് ഇറ്റ്സ് സൈസ് ആൻഡ് പവർ, ഇറ്റ്സ് സൈസ് ആൻഡ് പവർ, അതിൻ്റെ സൈസും പവറും എന്നാണ് വരുന്നത്. അതും നമുക്ക് ആദ്യം വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും 4 സെൻറ്റൻസിൽ ഫസ്റ്റ് വെക്കാൻ പറ്റുന്നത്? ബി ആയിരിക്കും. ഇൻ 1588 ദ സ്പാനിഷ് അർമാഡ. സോ ഇതാണ് നമ്മുടെ ടോപ്പിക്. നേരത്തെ നൈറ്റഡ് ജേഴ്സി പോലെ ഇവിടെ നമ്മുടെ ടോപ്പിക് എന്താ? സ്പാനിഷ് അർമാഡയാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ ഹിസ്റ്ററിയിൽ കേട്ടുവരിച്ചുള്ള ഒരു കോൺസെപ്റ്റാണത്. സോ ഇൻ 1588 ദ സ്പാനിഷ് അർമാഡ, എ മാസീവ് ഫ്ലീറ്റ് സെൻറ്റ് ബൈ കിങ് ഫിലിപ്പ് II ഓഫ് സ്പെയിൻ അറ്റംപ്റ്റ് ടു ഇൻവേഡ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്
സ്പെയിനിലെ കിങ് ചെയ്തൊരു ഇതായിരുന്നു സ്പാനിഷ് അർമാഡ എന്ന് പറയുന്നത്. സോ അതാണ് അവിടുത്തെ ടോപ്പിക്കായിട്ട് വരേണ്ടത്. ബാക്കി 3 സെൻറ്റൻസിന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കി 3 സെൻറ്റൻസും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ സ്പാനിഷ് അർമാഡ ആയിരിക്കും അവിടുത്തെ എന്ത് ടോപ്പിക്കായിട്ട് വരിക. ദെൻ സ്പാനിഷ് അർമാഡ പറഞ്ഞു. ഇനി ഇതെന്തിനു വേണ്ടി എന്ന് പറയണ്ടേ, ഇതെന്തിനായിരുന്നു, ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്തായിരുന്നു? ദിസ് നേവൽ എൻഡോവർ എയിം ടു ഓവർത്രോ ക്യൂൻ എലിസബത്ത് ഫസ്റ്റ് ആൻഡ് പ്രൊട്ടസ്റ്റൻറ്റിസം ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഈ പറയുന്ന പ്രൊട്ടസ്റ്റാന്റിസം അതുപോലെ തന്നെ ക്യൂൻ എലിസബത്തിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ഈ ഒരു ഫ്ലീറ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പാനിഷ് അർമാഡ നമ്മൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെയിനിലെ കിങ് നമ്മളത് ഇൻവേഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ സോ ഇത് വരും, ബി ഓപ്ഷൻ ഫസ്റ്റ് വരും. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്പാനിഷ് അർമാഡ, അതാണ് ദിസ് നേവൽ വരുന്നത്. ദെൻ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അതെന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അവിടെ വരുമ്പോൾ വലിയ സൈസായിരുന്നു, അല്ലെങ്കിൽ സ്പാനിഷ് അർമാഡ എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററിയിലൊരു മെയിൻ തീമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡെസ്പൈറ്റ് ഇറ്റ്സ് സൈസ് ആൻഡ് പവർ, അത് പറഞ്ഞല്ലോ മാസീവ് ഫ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. സോ ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഡെസ്പൈറ്റ് ഇറ്റ്സ് സൈസ് ആൻഡ് പവർ, സംഭവം അതൊക്കെ അതും ഒക്കെ ഉണ്ട്. എങ്കിലും ദ അർമാഡ വാസ് ഡിഫീറ്റഡ് ബൈ ഇംഗ്ലീഷ് നേവി ആൻഡ് അഡ്വേഴ്സ് വെതേഴ്സ് കണ്ടീഷൻ. അതായത് എന്താ പറയുക, നല്ലതല്ലാത്ത അതായത് പ്രതികൂല സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻ കൊണ്ടാണ് ഇവർക്ക് എന്താ ഡിഫീറ്റ് ചെയ്യേണ്ടി വന്നത്. ഇംഗ്ലീഷ് ആർമിയുടെ മുന്നിൽ, ഇംഗ്ലീഷ് നേവിയുടെ മുന്നിൽ നമുക്ക് ഡിഫീറ്റ് ചെയ്യേണ്ടി വന്നത്. സോ അത് ഒരു ലാസ്റ്റ് ഒരു ഫെയിലിയർ ആയിട്ട് വന്നു. കോൺസിക്വൻ്റ്ലി തൽഫലമായിട്ട് വലിയ എന്താ പറയുക ഇതൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയതാണ്, പക്ഷേ ലാസ്റ്റ് ഒരു ഫെയിലിയർ ആയിരുന്നു കോൺസിക്വൻ്റ്ലി. അപ്പോൾ തൽഫലമായി എന്തിൻ്റെ ഫലമായിട്ട്, ഈ പറയുന്ന നമുക്ക് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ. സോ അതിൻ്റെ ഫലമായിട്ട് ദിസ് ഇവൻറ്റ് മാർക്ക് എ ടേണിംഗ് പോയിന്റ് ഇൻ നേവൽ വാർഫെയർ ആൻഡ് ഷിഫ്റ്റഡ് ദ ബാലൻസ് ഓഫ് പവർ ഇൻ യൂറോപ്പ്. പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മാറിപ്പോയ ഭരണം തിരിച്ചു പിടിച്ചതും ഈ പറയുന്ന വലിയൊരു ഇവൻ്റ് ആയിട്ടാണ് പറയുന്നത്. സോ ഇത് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കോൺസെപ്റ്റ് പറഞ്ഞു, അപ്പോൾ ഇയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, സ്പാനിഷ് അർമാഡ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ അതിൻ്റെ മെയിൻ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, കാര്യമൊക്കെ ശരിയായിരുന്നു, പക്ഷെ അതൊരു ഫെയിലിയർ ആയിട്ട് വന്നു. എന്നിരുന്നാലും അതെന്താ, ഇതൊക്കെ ആയിരുന്നാൽ കൂടെ അതിപ്പോഴും ഒരു ഹിസ്റ്ററിയിലെ മെയിൻ ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പാനിഷ് അർമാഡ പറഞ്ഞു, ദെൻ അതിൻ്റെ മോട്ടീവ്, ദെൻ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ, ലാസ്റ്റ് കൺക്ലൂഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ എന്താ അത് നമുക്കൊരു ഓർഡർ ആയിട്ട് പോകാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊരു തിയറി പോലെ പോയി. സ്പാനിഷ് അർമാഡ എന്താണ് തിയറി കാര്യങ്ങളായിട്ട് പോയി. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തോടത്ത് കുറച്ച് പ്രോനൗൺസ് കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, റീഓർഡർ പാരഗ്രാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ സെൻറ്റൻസിൽ നിന്ന് പ്രോനൗൺസ് ഉണ്ടോ എന്ന് നോക്കുക, കുറേ കണക്റ്റിംഗ് വേർഡ്സ്, മോർ ഓവർ, ഫർദർ മോർ, അഡീഷണലി, ആസ് എ റിസൾട്ട്, ദെർഫോർ, ഈ വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക, സ്റ്റാർട്ടിംഗ് വേർഡ്സ്, ലിങ്കിങ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അത് ഫസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കുക. ദെൻ അവിടെ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് പെയർ വെച്ചിട്ടാണ് സ്കോർ വേണ്ടത്. ക്രിയേറ്റ് ലോജിക്കൽ പെയർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പെയർ കണക്ട് ചെയ്ത് വരിക, കാരണം പെയർ വൈസാണ് നമുക്ക് സ്കോർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റീഓർഡർ പാരഗ്രാഫ് വരുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട്, പി ടിയുടെ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.